കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുഭാഷ് എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് ആകെ തകർന്നു നിൽക്കുകയാണ്. എന്ത് വന്നാലും വേണ്ടില്ല, എല്ലാവരോടും സത്യം തുറന്നു പറയാമുറപ്പിച്ചുകൊണ്ട് തന്നെ അവൻ നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് കയറി. തൊട്ടു പിന്നാലെ തന്നെ ആകെ പേടിച്ചു വിറച്ചുകൊണ്ട് തന്നെ സുധീഷും ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് സുഭാഷ് പറയാൻ തുടങ്ങുമ്പോഴേക്കും ചുറ്റുമുള്ളവരെല്ലാം തന്നെ ബഹളം വെക്കാൻ തുടങ്ങി. അല്ല, പെണ്ണെവിടെ? പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവാ, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെല്ലാവരും അവനെ ചോദ്യം ചെയ്യാണ്. ഇത് കണ്ട് അമ്മായും വല്യച്ഛനൊക്കെ ദൂരെ മാറി നിന്ന് ഓ പെണ്ണ് മുങ്ങിയെന്ന് പറയാൻ വന്നതാണോ എന്ന മട്ടിൽ പരിഹസിച്ച് ചിരിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന സുനന്ദക്കും ആകെ ടെൻഷനാണ്. ഈശ്വര, ആ ചേച്ചി ഇനി വരുമോ എന്തോ, പാവം സുഭാഷേട്ടനെ ഇങ്ങനെ നാണം കെടുവല്ലോ. അങ്ങനെയൊക്കെ കരുതിക്കൊണ്ട് തന്നെ അവൾ ആകെ ആകുലതപ്പെടുന്നുണ്ട്. സുഭാഷ് സത്യം പറയാനായി വാക്കുകൾ കിട്ടാതെ പതറി നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നും ഏട്ടാ എന്നൊരു വിളി കേൾക്കുന്നത്. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ കല്യാണ സാരിയൊക്കെ ഉടുത്ത് അതിസുന്ദരിയായി തന്നെ നിധി അതാ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. ആ വരവ് കണ്ട് എല്ലാവരും വാ പൊളിച്ചു നിന്നുപോയി. എന്ത് നല്ല പെൺകുട്ടിയാണ്, ഏതോ വലിയ തറവാട്ടിലെ കൊച്ചാണല്ലോ. ഇവൾ എന്ത് കണ്ടിട്ടാണ് ഈ പഹയൻ്റെ കൂടെ ഇറങ്ങി വന്നത് എന്നൊക്കെ നാട്ടുകാർ തമ്മിൽ കശകുശകൾ പറയാൻ തുടങ്ങി. സുഭാഷിനാണെങ്കിൽ ആ സമയത്ത് ഉണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. സുധീഷ് ഓടിച്ചെന്നുകൊണ്ട് തന്നെ നിധിയെ സ്വീകരിച്ചു. ഫോട്ടോ എടുപ്പും മറ്റു ചടങ്ങുകളുമായി പിന്നെ അവിടെ ആകെ ബഹളമായിരുന്നു. ആ നേരത്താണ് അച്ഛൻ സുഭാഷിൻ്റെ കയ്യിൽ അമ്മയുടെ പഴയ താലി കൊടുത്തത്. സുധീഷ് ആ മഞ്ഞച്ചരട് മാറ്റിയതിന് ശേഷം അമ്മയുടെ താലി നിധിയുടെ കഴുത്തിൽ ചാർത്തി കൊടുത്തു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷേ സുധീഷിന് സുഭാഷിൻ്റെ മുഖത്ത് നോക്കാൻ വല്ലാത്ത മടിയും അതുപോലെ പേടിയുമായിരുന്നു. ചേട്ടനോട് ഇനി എന്ത് മറുപടി പറയുമെന്നോർത്തുകൊണ്ട് തന്നെ അവൻ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. നിധിയാണെങ്കിൽ റൂമിൽ കയറി വാതിലടച്ചിരിക്കായി. സുഭാഷ് സുധീഷിനെ അന്വേഷിച്ച് ചെന്നപ്പോൾ അവൻ വീടിന് പുറത്തു നിൽക്കുന്നത് കണ്ടു. സുഭാഷ് അങ്ങോട്ടേക്ക് ചെന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് ഹലോ, നാളെ വരാം, ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം. എങ്ങനെയെങ്കിലും അവിടെ നിന്നും എസ്കേപ്പ് ആവാനാണ് അവൻ്റെ ആ ഒരു നോട്ടം. അവൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയ സുഭാഷ് നേരെ നിധിയുടെ അടുത്തേക്ക് പോയി. മോളെ, ഒരുപാട് നന്ദിയുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം നീയാണ് കാത്തു രക്ഷിച്ചത്. സുഭാഷ് വികാരധീനനായി പറഞ്ഞു. സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ കല്യാണത്തിന് ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. എന്തായാലും ഇതൊരു ഫേക്ക് മാരേജ് ആണെന്ന കാര്യം നമുക്ക് 3 പേർക്കും മാത്രമേ ഇപ്പം അറിയുള്ളൂ. ആൾക്കാരൊക്കെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു പോയല്ലോ, അത് മതി എനിക്ക്. പിന്നെ സുഭാഷ് പതുക്കിയെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ വീടിനെക്കുറിച്ച് നാട്ടുകാർക്കൊരു പറച്ചിലുണ്ട്, ഈ വീട്ടിൽ ഒരിക്കലും പെണ്ണുങ്ങൾ വാഴില്ല എന്ന്. അത് സത്യമാണോ എന്ന് എനിക്കിപ്പോൾ തോന്നി തുടങ്ങി. നിധി മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ചേട്ടാ എന്ന് നിധി ചോദിച്ചു. എങ്കിലും സുഭാഷ് അത് പാതി വഴിയിൽ തന്നെ നിർത്തി അവിടെ നിന്നും പോയി. പിന്നെ പുറത്തു വെച്ച് സുധീഷിനെ കണ്ടപ്പോൾ സുഭാഷ് അവനെ തടഞ്ഞു നിർത്തി. സുധീഷേ, നീ അവിടെ നിൽക്ക്, എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. ഏട്ടാ, എനിക്ക് നല്ല ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞ് സുധീഷ് വീണ്ടും ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും സുഭാഷ് വിട്ടുകൊടുത്തില്ല. ഉറക്കമൊക്കെ പിന്നെ, നീ എന്തിനാണ് എന്നോട് ഇത്രയും നുണകളൊക്കെ പറഞ്ഞത്? ആ പെണ്ണിന് ഇഷ്ടമില്ലാത്ത കല്യാണം വീട്ടുകാരാലോചിച്ചപ്പോൾ അവൾ അത് വേണ്ടെന്ന് വെച്ചു. നിന്നെ പ്രണയിച്ച് നിന്റെ കാല് പിടിച്ചു എന്നൊക്കെ നീ പറഞ്ഞില്ലേ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിന്നെ മാത്രമേ കെട്ടൂ എന്ന് അവൾ വാശി പിടിച്ചു എന്നൊക്കെ നീ പറഞ്ഞത് എന്തിനായിരുന്നു? സത്യം ഞങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയൊക്കെ ഞങ്ങൾ ഇവിടെ ഒരുക്കങ്ങൾ ചെയ്യില്ലായിരുന്നോ? നീ എന്തിനാടാ ഇങ്ങനെയുള്ള കള്ളങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പതിഞ്ഞ സ്വരത്തിൽ തന്നെ പറഞ്ഞു. ശരിയാണ് ഏട്ടാ, ഞാൻ കള്ളം പറഞ്ഞു, പക്ഷേ എനിക്കവളെ അത്രമാത്രം ഇഷ്ടമാണ്. അത് കേട്ട് സുഭാഷ് ഒന്ന് ആലോചിച്ചു. എന്നിട്ട് സുധീഷിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, സത്യം പറയടാ, ആ കുട്ടിയുടെ ആദ്യത്തെ കല്യാണം മുടക്കിയത് എന്താ നീയാണോ? അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ചെയ്തതാണോ ഇത്? ഏട്ടാ, അങ്ങനെയൊന്നുമില്ല, അവനൊരു ചീത്ത പയ്യനായിരുന്നു, ഏട്ടനറിയാവുന്നതല്ലേ എന്ന് സുധീഷ് മറുപടി നൽകി. എന്തായാലും നിന്റെ ഈ പോക്ക് കാണുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്. നീ ഒരു വില്ലനാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നു. ആ പെണ്ണിൻ്റെ നല്ലൊരു ജീവിതം തല്ലിക്കെടുത്തിട്ടാണോടാ നീ ഈ നാടകം കളിച്ച് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? സുഭാഷ് ദേഷ്യത്തോടെ ചോദിച്ചു. അല്ലേട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, പക്ഷേ നിധിക്ക് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും തോന്നിയില്ല. എനിക്കാണ് അവളെ ഒരുപാട് ഇഷ്ടം. സുഭാഷ് അന്നേരം ഒന്നും മിണ്ടാതെ അവിടെ നിന്നും നടന്നു നീങ്ങി. പിന്നെ അന്ന് രാത്രി നിധി സുധീഷിനോട് പറഞ്ഞു, എനിക്ക് നാളെ രാവിലെ തന്നെ ഒരു ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകണം. ഏതു നേരവും ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒന്ന് അടങ്ങിയിരിക്ക്, നമുക്ക് രാവിലെ നോക്കാമെന്ന് സുധീഷ് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചു. സുധീഷ് കിടക്കാൻ തൻ്റെ അനിയന്മാരുടെ അടുത്തേക്ക് പോയപ്പോൾ ഹരീഷും നികേഷും അവനെ കളിയാക്കാൻ തുടങ്ങി. നീ എന്താടാ ഇങ്ങോട്ട് തന്നെ വന്നത്? നീ ഇന്ന് നിധി ചേച്ചിയുടെ കൂടെയല്ലേ കിടക്കേണ്ടത്? അവരെങ്കിലും ഒന്ന് സുഖമായി ഉറങ്ങിക്കോട്ടെ. ഇത് കേട്ട് സുഭാഷ് പറഞ്ഞു, എടാ അവൻ ഇവിടെ കിടക്കട്ടെ, നിധി അവിടെ തനിച്ച് കിടക്കട്ടെ. അങ്ങനെ ആ രാത്രി എല്ലാവരും ഒന്നിച്ച് തന്നെ അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ നിധി ചാടി എഴുന്നേറ്റു. അയ്യോ, ഇന്ന് ഹോസ്റ്റൽ നോക്കാൻ പോവണമല്ലോ. പക്ഷേ അവൾ മുറിക്ക് പുറത്തു വന്ന് കണ്ട കാഴ്ച
ആ കാഴ്ച കണ്ട് അവൾ വാ പൊളിച്ച് നിന്നുപോയി. എല്ലാവരും മുണ്ടൊക്കെ ഉടുത്ത് നിലത്ത് താറുമാറായി കിടക്കുകയാണ്. ഒരാളുടെ മുണ്ട് പൊങ്ങിയിരിക്കുന്നു, മറ്റൊരാളുടെ ഷർട്ടിന്റെ ബട്ടണൊക്കെ അഴിഞ്ഞു കിടക്കുന്നു. ഇനി ഒരാൾ കാലിന്റെ മുകളിലേക്ക് കാലുമേൽ കാലും വെച്ച് കൂർക്കം വലിച്ചു കിടക്കുന്നു. നിധി അതെല്ലാം കണ്ട് ആകെ അന്തം വിട്ടു നിൽക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ സുഭാഷ് അങ്ങോട്ടേക്ക് വന്നത്. അയ്യോ സോറി മോളെ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് വേഗം ഓടിച്ചെന്നിട്ട് അവന്മാരുടെ മുണ്ടൊക്കെ അങ്ങ് വലിച്ചു കയറി അവരെ അങ്ങ് പൊതിപ്പിച്ചു. ഇവർക്ക് നേരെ ഒന്ന് കിടക്കാൻ പോലും അറിയില്ലല്ലോ എന്ന് പിറുപിറുത്തുകൊണ്ട് തന്നെ എല്ലാവരെയും പൊതിപ്പിച്ചു കൊടുക്കാണ് സുഭാഷ്. അതിനുശേഷം നിധി കുളിക്കാൻ പോവാൻ ഒരുങ്ങുമ്പോഴാണ് സുഭാഷ് ഒരു ഗ്ലാസ് ചായയുമായി വരുന്നത്. അയ്യോ ഏട്ടാ, ഏട്ടൻ എന്തിനാ ഇത്രയുമൊക്കെ കഷ്ടപ്പെടുന്നത്? അതൊന്നുമില്ല മോളെ, ഞാൻ എനിക്കെടുക്കാൻ വന്നതാണ്. നീ എഴുന്നേറ്റത് കൊണ്ട് നിനക്കും ഒരെണ്ണം എടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ മോളോടൊരു കാര്യം ചോദിച്ചാൽ മോൾക്കത് വിഷമാവോ? സുഭാഷ് പതുക്കെ ചോദിച്ചു. ഏട്ടൻ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. നിനക്ക് സുധീഷിനെ ഭർത്താവായി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിനക്കിവിടെ ഈ വീട്ടിൽ തന്നെ നിന്നൂടെ? പെട്ടെന്ന് നിധി പറഞ്ഞു. അയ്യോ ഏട്ടാ, അത് മാത്രം എന്നോട് ചോദിക്കരുത്. എനിക്ക് ഒരുപാടധികം ലക്ഷ്യങ്ങളുണ്ട്. പിന്നെ സുധീഷിനെ എനിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. സുഭാഷ് ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. നീ ഇന്നലെ ഇവിടെ വന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം കാത്തു. നീ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. നാട്ടുകാർ രണ്ടും പറയും. അത് ഞാൻ അങ്ങ് സഹിച്ചേനെ. എങ്കിലും നീ വന്നപ്പോൾ എനിക്ക് ഒരുപാടധികം സന്തോഷമായി. നീ ഈ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ വെറുതെ ഒന്ന് ആഗ്രഹിച്ചു പോയി. ഇല്ലേട്ടാ, എനിക്കൊരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് തന്നെ ഹോസ്റ്റൽ നോക്കാൻ പോവാണ്, നിധി പറഞ്ഞു. അങ്ങനെ നിധി ഒഴിഞ്ഞു മാറി. അവൾ മുഖം കഴുകി അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ ഭാസ്കരൻ അതാ മുറ്റത്ത് തന്നെ കിടക്കുന്നു. കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അയാൾ തലയിൽ നിറയെ എണ്ണ തേച്ചു. എന്നിട്ട് ഒരു മരക്കൊമ്പ് കൊണ്ട് തന്നെ പല്ല് തേച്ച് മുറ്റത്ത് തന്നെ തുപ്പുകയാണ്. ഇതെല്ലാം കണ്ടപ്പോൾ നിധിക്ക് ഓക്കാനം വന്നു. അയാൾ അതൊന്നും തന്നെ ശ്രദ്ധിക്കാത്ത സൈക്കിളും എടുത്ത് ഒരൊറ്റ പോക്ക്. ഇതെന്തൊരു മനുഷ്യനാണെന്ന് നിധി മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ നിധി സുധീഷിനെയും കൂട്ടി ഹോസ്റ്റലുകളെല്ലാം നോക്കാനിറങ്ങി. സുധീഷ് ആണെങ്കിൽ ആകെ വിഷമത്തിലാണ്. ആദ്യത്തെ ഹോസ്റ്റൽ കയറി നോക്കിയപ്പോൾ നിധിക്ക് അത് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവിടുത്തെ ചാർജ് ഇത്തിരി കൂടുതലാണ്. എനിക്കിപ്പോൾ തന്നെ ഒരു റൂം വേണമെന്ന് നിധി പറഞ്ഞപ്പോൾ വാർഡ് ചോദിച്ചു. ഇത് നിങ്ങളുടെ ഹസ്ബൻഡാണോ? നിധിയുടെ കഴുത്തിൽ താലി കണ്ടിട്ടാണ് അവരങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. സുധീഷ് പെട്ടെന്ന് അതെ ഹസ്ബൻഡാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വാർഡർ പറഞ്ഞു, സിംഗിൾ റൂം വേണമെങ്കിൽ ഒരാഴ്ച കാത്തു നിൽക്കണം. ഇപ്പോൾ ഡബിൾ റൂമൊക്കെ ഒഴിവുണ്ട്. പക്ഷേ ഒരാൾ കൂടെ അതിലുണ്ടാവും. സാരമില്ല, ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അടുത്ത ആഴ്ചയിൽ മാറിയാൽ മതിയല്ലോ എന്ന് നിധി സമ്മതിച്ചു. പൈസ കൊടുത്ത് എല്ലാം ശരിയാക്കാൻ നോക്കുമ്പോഴാണ് വാർഡർ ID പ്രൂഫ് ചോദിക്കുന്നത്. നിധിയുടെ കയ്യിൽ ആധാർ കാർഡോ മറ്റു രേഖകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ID പ്രൂഫ് ഇല്ലാതെ അഡ്മിഷൻ തരാൻ പറ്റില്ല എന്ന് അവർ തറപ്പിച്ചു പറഞ്ഞു. സുധീഷിൻ്റെ കയ്യിൽ നിധിയുടെ ID പ്രൂഫ് ഉണ്ടോ എന്ന് അവൾക്കറിയില്ലായിരുന്നു. പക്ഷേ അവൻ ഒന്നും പറയാതെ മിണ്ടാതെ നിന്നു. ആ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി അവർ വേറെ പലയിടത്തും നോക്കി. എല്ലായിടത്തും ID പ്രൂഫ് നിർബന്ധമായിരുന്നു. വോട്ടർ ഐഡിയോ ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ അവിടെ റൂം കിട്ടില്ല എന്ന് വന്നതോടുകൂടി തന്നെ നിധി ആകെ ആശയക്കുഴപ്പത്തിലായി. ഒടുവിൽ ഒരു വഴിയുമില്ലാതെ അവൾക്ക് വീണ്ടും സുധീഷിൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരേണ്ടി വന്നു. നിധി തിരിച്ച് സുധീഷിൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് ആ കുടുംബത്തിൻ്റെ വലിയ മാറ്റങ്ങൾക്ക് തന്നെ വഴി തുറന്നു. സുധീഷിൻ്റെ വീട്ടിലെ ആ പഴയ ചിട്ടയില്ലാത്ത ജീവിതങ്ങൾക്ക് നിധിയുടെ വരവ് ഒരു പുതിയ വെളിച്ചം തന്നെ കൊണ്ടുവന്നു. നിധി തിരികെ വരുന്നത് കണ്ടപ്പോൾ സുഭാഷിൻ്റെ മുഖത്ത് ഒരു ആശ്വാസത്തിൻ്റെ ചിരി വിരിഞ്ഞു. ID പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഹോസ്റ്റലിൽ റൂം കിട്ടില്ല എന്ന വിവരം അറിഞ്ഞപ്പോൾ എല്ലാം ഓരോ നിമിത്തങ്ങളാണ് മോളെ എന്നായിരുന്നു സുഭാഷിൻ്റെ മറുപടി. എന്നാൽ നിധിക്ക് ആ വീട്ടിലെ സാഹചര്യം അത്ര എളുപ്പമായിരുന്നില്ല. ഭാസ്കരന്റെ പരുക്കൻ സ്വഭാവവും രാവിലെ തന്നെ മുറ്റത്ത് പല്ല് തേച്ച് തുപ്പുന്ന ആ ശീലവുമൊക്കെ കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത മടുപ്പ് തോന്നി. എങ്കിലും മറ്റൊരു വഴിയില്ലാത്തതിനാൽ അവൾ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയപ്പോൾ നിധി ആ വീടൊന്ന് മാറ്റിയെടുക്കാൻ ഉറച്ചു. പുരുഷന്മാർ മാത്രം താമസിക്കുന്ന ആ വീട്ടിൽ ഒരു പെണ്ണിന്റെ കൈസ്പർശം വന്നതോടുകൂടി തന്നെ മാറ്റങ്ങൾ അങ്ങനെ പ്രകടമായി. അലക്ഷ്യമായി കിടന്നിരുന്ന വസ്ത്രങ്ങളൊക്കെ അടുക്കി വെക്കാനും ഉമ്മറത്തെ പൊടി തട്ടി വൃത്തിയാക്കാനും അവൾ മുൻകൈയെടുത്തു. സുധീഷ് നിധിയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിധി ഇപ്പോഴും ആ ഒരു അകലം പാലിച്ചു. അവളുടെ മനസ്സ് നിറയെ തൻ്റെ കരിയറും ലക്ഷ്യങ്ങളും മാത്രമായിരുന്നു. ഇതിനിടയിൽ സുധീഷ് ആ പഴയ നുണകളുടെ പേരിൽ സുഭാഷിൻ്റെ മുന്നിൽ നിന്നും എന്നും കുറ്റക്കാരനായി തന്നെ നിന്നു. ഒടുവിൽ സുധീഷ് തൻ്റെ പഴയ ജീവിതശൈലി മാറ്റാൻ തീരുമാനിച്ചു. നിധിക്ക് ഇഷ്ടപ്പെടാത്ത ശീലങ്ങൾ ഓരോന്നോരോന്നായി അവൻ ഉപേക്ഷിക്കാൻ തുടങ്ങി. നിധിയുടെ ID പ്രൂഫ് സുധീഷിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന സത്യം ഒരു ദിവസം അവിചാരിതമായി തന്നെ നിധി കണ്ടെത്തി. അത് ആ വീട്ടിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമായി. എന്നെ ഇവിടെ തളച്ചിടാൻ വേണ്ടിയിട്ടല്ലേ നീ ഇതെല്ലാം തന്നെ എന്നിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചത് എന്ന് നിധി ആക്രോശിച്ചു. അന്നേരം സുധീഷ് നിസ്സഹായനായി നിന്നു. ഈ പിരിമുറുക്കങ്ങൾക്കിടയിലും നിധി ആ കുടുംബത്തിലെ ഓരോരുത്തർക്കും എത്രത്തോളം പ്രിയപ്പെട്ടവളായി മാറിയെന്ന് അവൾ തിരിച്ചറിയുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടാവുന്നു. ഭാസ്കരൻ പോലും മദ്യപാനം നിർത്തി. നിധി ഉണ്ടാക്കുന്ന ചായക്കായി കാത്തിരിക്കാൻ തുടങ്ങി.
ഒടുവിൽ ലക്ഷ്യങ്ങളിലേക്ക് പറക്കണോ അതോ സ്നേഹം തരുന്ന ഈ കൊച്ചു വീടിൻ്റെ തടയിൽ തന്നെ നിൽക്കണോ എന്ന ആശയക്കുഴപ്പത്തിൽ നിതിൻ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ